ഞാൻ ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡായ പോട്ടുകാൽക്കുളം വാർഡിലെ മെമ്പറാണ്. എൻ്റെ പേര് KKM സുനിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സംഭവം എൻ്റെ വാർഡിൽ നടന്ന സംഭവം എനിക്ക് ഞെട്ടലോടുകൂടിയാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു 6 മണിയോടുകൂടി, രാവിലെ 6 മണിയോടുകൂടിയാണ് സംഭവം അറിഞ്ഞത്. ഞാനൊരു 6:15 കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിലെത്തി. പക്ഷെ വീട്ടിലെത്തി കാര്യങ്ങൾ തിരക്കുമ്പോഴേക്കും ഒന്നും വളരെ വ്യക്തമായി ബന്ധപ്പെടാൻ കഴിയുന്ന തരത്തിലായിരുന്നില്ല കാര്യങ്ങളെങ്കിലും. പക്ഷെ കാര്യങ്ങൾ ഏതാണ്ട് എനിക്ക് ചിത്രം മനസ്സിലാക്കി. കാരണം ആ വീട്ടിൻ്റെ പശ്ചാത്തലം അങ്ങനെയാണ്. ഇപ്പോൾ അവസാനമായി ഉരുത്തിരിഞ്ഞു വരുന്നത് ഹരികുമാർ ഇത് ചെയ്തു എന്നാണ്. ഹരികുമാറിന് ഒരിക്കലും ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഈ നാട്ടിലൊരാളെന്ന നിലയ്ക്ക്. കാരണം ഹരികുമാർ ജനിച്ചത് എൻ്റെ വീടിൻ്റെ കുറച്ച് താഴോട്ടാണ്, ഇപ്പോൾ താമസിക്കുന്ന വീടാണ്. അതുകൊണ്ട് എനിക്ക് ഇവരെ നന്നായിട്ട്, ഹരികുമാർ ജനിച്ചത് മുതൽ ഇതുവരെയുള്ള ചിത്രം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ആ വീടുമായിട്ട് എനിക്ക് നല്ല ഇൻറ്റിമസി ഉള്ളൊരു വീടാണ്. കാരണം ഞാൻ മത്സരിച്ച 2 വട്ടവും എനിക്ക് തന്നെ വോട്ട് ചെയ്ത വീട്ടുകാരുമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ബന്ധവും ഉണ്ട് അവരുമായി. ഇപ്പോഴും എനിക്ക് വോട്ട് ചെയ്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഹരികുമാറിന് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ശ്രീധുവിനെയാണ്. കാരണം ശ്രീധുവിനെ അതിൽ തന്നെ അടിയോരായിട്ട് വിശ്വസിക്കാൻ കാരണം ശ്രീധുവിൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് മുമ്പും ശ്രീധുവിൻ്റെ ജീവിത പശ്ചാത്തലം നല്ല വഴിയായിരുന്നില്ല. വിവാഹത്തിന് മുമ്പ് ശ്രീധു അവരുടെ ഒരു ബന്ധത്തിൽ പിറന്നൊരു പയ്യനുമായി പ്രണയത്തിലായി, അവനുമായി നല്ല സ്നേഹത്തിലായി, അവസാനം കൊണ്ടുപോകുന്നുള്ളൊരു അവസ്ഥയിലെത്തി. പക്ഷെ എന്തായാലും കൊണ്ടുപോയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അറിയുന്നത് ശ്രീധുവിൻ്റെ ആഭരണങ്ങൾ മുഴുവനും ആ പയ്യൻ വാങ്ങിക്കൊണ്ടുപോയി എന്ന് ശ്രീധു പറയുകയും അങ്ങനെ നല്ല വിഷയമാവുകയും അവർ കുടുംബക്കാർ ഇടപെട്ട് ആ പയ്യൻ്റെ അച്ഛൻ, ഗൾഫിൽ നിന്ന് വന്ന അച്ഛനായിരുന്നു അദ്ദേഹം, ഈ ആഭരണങ്ങൾ, തത്തുല്യമായ ആഭരണങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുള്ളതുമാണ്. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് ഈ പയ്യൻ്റെ വീട്ടുകാരിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ടായിട്ടില്ല. ഇത് ഇവൾ തന്നെ പൈസ മാറ്റിവെച്ച് ഇത് ആഭരണം മാറ്റിവെച്ച് കളിച്ചതാണ്. പക്ഷെ ഇത് നന്നായിട്ട് അറിയാവുന്ന ആൾ ആ വീട്ടിലുള്ളത് ശ്രീകല എന്ന രാഗിണിയാണ്. അമ്മ ഇതിൻ്റെ നല്ലൊരു ആളാണ്. പക്ഷെ ശ്രീധു ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും അമ്മ എതിര് നിൽക്കാറില്ല. അമ്മ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാൻ കഴിയും. ഇവർ തന്നെയാണ് ഇതിൻ്റെ കാരണം. കാരണം ഈ കുഞ്ഞിനെ പലവട്ടം അവരെ ആക്സിഡൻറ്റ് പറ്റിയതായിട്ടും രോഗം സംഭവിച്ചായിട്ടും ആളുകളോട് പറഞ്ഞ പൈസ വാങ്ങുന്നുണ്ട്. ഒരിക്കലും അവർ പറഞ്ഞു എന്ന് പറയുന്നത്, ഏതാണ്ട് എൻ്റെ അറിവനുസരിച്ച് ഇടുവ ഭാഗത്തു നിന്നൊരു വീട്ടുകാരോട് കടം വാങ്ങുന്നത് തന്നെ ഈ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. കുഞ്ഞിനെ അമ്മ ഭക്ഷണം കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഗേറ്റ് തുറന്നു കിടന്ന് കുഞ്ഞ് പുറത്തേക്ക് ഓടിപ്പോയി. ഈ ഇറക്കമിറങ്ങി വന്ന് വാഹനം ഇടിച്ച് തെറിച്ച് റോഡിൽ വീണു. അത് കണ്ട് സഹികെട്ട മുത്തശ്ശി രാഗിണി കിണറ്റിൽ ചാടുന്നു. നാട്ടുകാർ ഇവരെല്ലാം മെഡിക്കൽ കോളേജിൽ എത്തുന്നു. അത്യാസന്ന നിലയിൽ ICUവിലാണ്. സാമ്പത്തിക സഹായം വേണമെന്ന് പറഞ്ഞു ചെന്നുപോയി കടമായി വാങ്ങിച്ചിട്ടുണ്ട്. അവർ തിരിച്ച് പൈസയ്ക്ക് ആവശ്യപ്പെട്ട് ഭാര്യയും ഭർത്താവും കൂടി ഇരുചക്ര വാഹനത്തിൽ ഒരു ദിവസം വരുമ്പോൾ ഉദയൻ, നമ്മൾ ഇന്നലെ കണ്ട ആ വീട്ടിൻ്റെ പടിക്കെട്ടിൽ വാതിലിരിക്കുന്നു. ഈ പറഞ്ഞ ശ്രീധുവിൻ്റെ അമ്മ റോഡിൽ ഞാൻ ഇടവഴി നിൽക്കുമ്പോഴേക്കും കണ്ടു. ഓടി ചെന്ന് ഇയാളെ പിടിച്ച് കട്ടിലിൽ കൊണ്ട് കിടത്തി ഒരു വെള്ള തുണിയൊക്കെ മൂടി, ഏതാണ്ട് കണ്ണ് മാത്രം വെളിയിൽ കാണത്തക്ക വെച്ചിട്ട് അത്യാസന്ന നിലയിലാണ്, ഏതു സമയം മരണപ്പെട്ടു പോകും, ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വിട്ടതാണെന്ന് പറഞ്ഞ് വന്നവർ ക്ഷേമവും തിരക്കിയിട്ട് പൈസ ചോദിക്കാതെ പോയ സംഭവം വരെയുണ്ട്. അപ്പോൾ ഇവർക്ക്, അതായത് ഈ ജനശ്രദ്ധ തിരിച്ചുവിടാൻ അല്ലെങ്കിൽ കടക്കാരെ തിരിച്ചുവിടാൻ അവരെന്ത് കുതന്ത്രം കാണിക്കുന്നതിനും മടിയില്ല. പിന്നെ ഇപ്പോൾ ഈ ശ്രീധുവും ഹരിയുമായിട്ടുള്ള ഈ ബന്ധവും ചാറ്റയിലൊക്കെ കേൾക്കുന്നു. അതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞു കേട്ടുള്ള ഞങ്ങളുടെ അറിവുകളാണ്. അല്ലാതെ ഞങ്ങൾക്ക് നാട്ടുകാർക്കൊന്നും അതിനെക്കുറിച്ച് നേരത്തെ ഒന്നും ഒരു സംശയം ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രവർത്തനമോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ 3 പേരും ഒരുമിച്ചേ പോകുള്ളൂ. അമ്മയും ഈ മകളും മകനുമാണ്. ഒരു കല്യാണത്തിന് പോയാലും ഉത്സവപ്പറമ്പിൽ പോയാലും ക്ഷേത്ര ദർശനം നടത്താൻ പോയാലും ഇവർ ഒരുമിച്ചാണ് പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊട്ടും ആ ഒരു ഭാഗത്തിൽ സംശയിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പം തന്നെ ഇതിൽ ഞങ്ങൾ അടിവരയിട്ട് വിശ്വസിക്കുന്നത് ശ്രീധുവും അവളുടെ ഭർത്താവും തമ്മിൽ പിണങ്ങിയാണ് കഴിഞ്ഞിരുന്നത്. പിണങ്ങി എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ ഒരു കൂരയ്ക്ക് കീഴിലല്ല കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ 16 അടിയന്തരത്തിന് ഇത് വരേണ്ടിയിരുന്ന ഇദ്ദേഹത്തെ 15-ാം ദിവസം ഇവർ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയതാണെങ്കിൽ ഞങ്ങൾ സംശയിക്കുന്നത് ഈ കൊലപാതകം ഇവർ തയ്യാറാക്കി വെച്ച് അയാളെ തലയിൽ വച്ച് കെട്ടാൻ വേണ്ടി ചെയ്തതല്ലേ. ഞാൻ രാവിലെ ചെന്നപ്പോഴേക്കും എന്നോട് പറഞ്ഞത്, കുഞ്ഞ്, ഞാൻ ചോദിച്ചു ഇവിടെ കിടന്നു ചോദിച്ചപ്പോൾ അച്ഛൻ്റെ അടുത്ത് കിടന്നതാണ്. പക്ഷെ കുഞ്ഞച്ഛൻ്റെ അടുത്തല്ല കിടന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടിത്തരണം. അദ്ദേഹം ഒരു പാവമാണ്, അദ്ദേഹം ഇതിൽ പെട്ടുപോയതാണ് എന്നാണ് നാട്ടുകാർ എന്ന നിലയ്ക്കും ഇവിടുത്തെ ഒരു ചെറിയ ജനപ്രതി എന്ന നിലയ്ക്കും എനിക്ക് പറയാനുള്ളത്. ഇതിലപ്പുറം എന്ന് പറയാൻ, കാരണം ഇതിൽ അയാൾ നിരപരാധിയാണ്. ഇതിലിവർ 3 പേർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ അയാളുടെ മുറിയിൽ തീ കത്തിയിരിക്കുന്നു. അവർ പറയും, എന്നോട് പറഞ്ഞത് 2-നും 3 മണിക്കും ഇടയ്ക്കാണ്. ഈ 2-നും 3 മണിക്കും ഇടയ്ക്ക് അവിടെ തീ കത്തണമെങ്കിൽ ഈ ഹരി പുകവലിക്കുന്ന ആളല്ല, മദ്യപിക്കുന്ന ആളല്ല. പുകവലിക്കുന്ന ആളാണെങ്കിൽ രാത്രി 2 മണിക്കെങ്കിലും അയാൾ എണീറ്റിരുന്ന് പുകവലിച്ചിട്ട് സിഗരറ്റ് കുറ്റിയിൽ നിന്ന് തീ പടർന്നതാകാം, അല്ലെങ്കിൽ വലിച്ചിട്ട സിഗരറ്റിൽ നിന്ന് തീ പടർന്നതാകാം. ഇതങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവിടെ അങ്ങനെ അത് ഉണ്ടാകണമെങ്കിൽ ഈ വീട്ടിലുള്ള അമ്മ ഉൾപ്പെടെയുള്ളവർ അറിയാതെ ഈ തീ കത്തിയതും, കാരണം മണ്ണെണ്ണയുടെ സ്മെല്ലുണ്ട്,
അണയ്ക്കുന്നതും അറിയാതെ നടക്കില്ല. പക്ഷെ അത് ശ്രീധുവിൻ്റെ ഭർത്താവ് അറിഞ്ഞില്ല എങ്കിൽ ജോളി ചെയ്ത ബുദ്ധി പോലെ ഇദ്ദേഹത്തിന് ഭക്ഷണത്തിലും വല്ലതും കൊടുത്ത് ഇയാളെ മയക്കിയിട്ടുന്നതാണെന്ന് ആർക്കറിയാൻ പറ്റും? ഈ പ്രക്രിയകൾ കാരണം നേരം വിളിക്കുമ്പോൾ അയാൾ കണ്ണുറക്കുമല്ലോ. അങ്ങനെയാണോ എന്ന് ഇപ്പം ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ നിഗൂഢതയാണ്. ഈ നിഗൂഢതകൾ ഞങ്ങൾ പറയുമ്പോഴും യാഥാർത്ഥ്യം പുറത്തു വരണം. അതിൻ്റെ കഥാനായിക എന്ന് പറയുന്നത് ശ്രീധു തന്നെയാണ്. ഇപ്പോൾ ഒരു സ്വാമിയുമായി ബന്ധപ്പെടുന്നു. കാരണം അതിനുശേഷമാകണം ഈ തല മുട്ടയടിച്ചു വന്നത്.